രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനി കാലങ്ങൾ ദീർഘമാക്കല്ലേ. കർത്താവിന്റെ മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സഭായോഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനേ, കർത്താവിന്റെ സാക്ഷ്യങ്ങളെ വഹിപ്പാൻ കർത്താവ് ഒരുക്കുന്ന ഈ നല്ല മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുകയാണ്. വിശേഷിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തിയത്, ഈ മാസത്തിന്റെ സമാപന കർത്തൃപകലിൽ ഒരുമിച്ച് കൂടിയത് നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ. ദൈവപാദപീഠത്തിൽ ആയിരിക്കുന്നതും അപ്പോൾ തന്നെ വചനം ശ്രവിക്കുകയും ചെയ്യുന്ന ബഹുമാന്യരും ആദരണീയരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം കരയറ്റുകയാണ്. 88-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ചയിൽ നാം 88-ാമത്തെ സങ്കീർത്തന ഭാഗം പാടി. ഉപവാസ പ്രാർത്ഥനയുടെ സമാപനമായതുകൊണ്ട് ആ ഭാഗത്ത് നല്ല നാം അധികവും ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. വളരെ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 88-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്, കഷ്ടതയിലും ഇരുട്ടിലും കുഴിയിലും, ഏറ്റവും താണ കുഴിയിലും, അപ്പോൾ തന്നെ തുണയില്ലാതിരിക്കുന്ന അനുഭവങ്ങളിലും, മരിച്ചവരുടെ കൂട്ടത്തിലുമൊക്കെ തീർന്നില്ല. സങ്കീർത്തനക്കാരൻ അർപ്പിക്കുന്നു, പരിചയക്കാരെ പോലും നീ എന്നോട് അകറ്റി. 88-ാം സങ്കീർത്തനത്തിലെ അവസാന വാക്യത്തിൽ അർപ്പിച്ചത്, എന്റെ പരിചയക്കാരെ അന്ധകാരമത്ര എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമായ, അത്ര ഭാരമേറിയ വിഷയത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. പ്രയാസകരമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇരുട്ടാണ്, കുഴിയിലിറങ്ങുന്ന അനുഭവമാണ്, മരിച്ച അനുഭവങ്ങളെയാണ് ഇതിനകത്ത് വിശദമാക്കിയിരിക്കുന്നത്. ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം, ഇതിന്റെ തുടക്കത്തിൽ, സങ്കീർത്തനത്തിന്റെ തുടക്കത്തിലും അതിന്റെ 9-ാമത്തെ വാക്യത്തിലും 13-ാമത്തെ വാക്യത്തിലും 3 പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. 1-2 വാക്യങ്ങള്, അപ്പോൾ തന്നെ 9-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. ആ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയും, കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എണ്ണുകയും, മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിക്കുന്നത് പോലെ അനുഭവം. അപ്പോൾ തന്നെ എല്ലാവരും മറന്നുപോയി. 7-ാം വാക്യത്തിൽ പറഞ്ഞു, നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. പരിചയക്കാരെ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. 9-ാം വാക്യത്തിൽ എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ദൈവജനമൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ 1-2 വാക്യങ്ങളിലും 9-ാം വാക്യത്തിലെ 2-ാം ഭാഗത്തും 13-ാം വാക്യത്തിലും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്. എന്റെ രക്ഷയുടെ ദൈവമേ, രാവും പകലും ഞാൻ തിരുസന്നിധിയിൽ നിലവിളിക്കുകയാണ്. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ആ 3 വാക്യങ്ങളിലും പ്രത്യാശ പുതുക്കുന്നുണ്ട്. എത്ര ആഴമേറിയ ഭാരങ്ങളിലൂടെ കടന്നുപോയാലും,
സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് അവിടെ കുഴഞ്ഞു പോവുകയല്ല, അവിടെ ഭാരപ്പെട്ടു പോവുകയല്ല, അവിടെ തളർന്നു പോവുകയല്ല, മറിച്ച് അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നാലും, ഏത് പ്രതികൂല അനുഭവങ്ങൾ വന്നാലും, ഈ 3 വചനങ്ങളിൽ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞതുപോലെ പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. എല്ലാ തിരകളും കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. പരിചയക്കാരെ അകറ്റിയെന്ന് മാത്രമല്ല, പരിചയക്കാർക്കെല്ലാം എന്നോട് വെറുപ്പായിരിക്കുകയാണ്, എന്നോടൊരു ഇഷ്ടക്കേട് തോന്നിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാ പരിചയക്കാർക്കും എന്നോട് വെറുപ്പും തോന്നിയിരിക്കുമ്പോഴും പ്രാർത്ഥന കുറയ്ക്കാത്ത ഒരനുഭവമാണ് സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഹേമാന്റെ ധ്യാനം എന്ന് പറയുന്ന ആ ഭാഗത്ത് കൂടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ ദൈവജനത്തോട് അർപ്പിക്കട്ടെ, ഈ സങ്കീർത്തനം നമ്മെ ബലപ്പെടുത്തുന്നു. ഈ സങ്കീർത്തനം നമുക്ക് പ്രത്യാശ നൽകുന്നു. കുടിയിലിറങ്ങുന്ന അനുഭവങ്ങൾ, വഴികൾ അടഞ്ഞു പോകുന്ന അനുഭവങ്ങൾ, കണ്ണുകൾ കുടിഞ്ഞുപോയ അനുഭവങ്ങൾ, ശരീരം ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ, തിരകൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ, പരിചയക്കാരെല്ലാം അകന്നുപോയി, ഉപരിയായി പരിചയക്കാരെല്ലാം മറന്നുപോയിരിക്കുന്നു. തീർന്നില്ല, പരിചയക്കാർക്കെല്ലാം എന്നോട് വെറുപ്പും തോന്നിയിരിക്കാൻ, ഒരു ഭാരം തോന്നിയിരിക്കുമ്പോഴും എന്റെ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നില്ലെന്ന് പറയുവാൻ കഴിയുന്ന എത്ര ദൈവജനമുണ്ട്. ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിലും ഇങ്ങനെ കടന്നു പോകുന്ന അനുഭവങ്ങളിലും എന്റെ പ്രാർത്ഥനകൾ കുറയ്ക്കുന്നില്ല, എന്റെ പ്രാർത്ഥനകൾ എന്നെ ബലപ്പെടുത്തുന്നു. ഇന്ന് പകൽ എത്ര പേര് അതിന് തയ്യാറാകുന്നുണ്ട്? എന്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുന്നില്ല. ജീവിതത്തിലെ ഭാരമേറിയ അനുഭവങ്ങളിൽ ലോക മനുഷ്യർക്ക് വെറുപ്പായി തോന്നട്ടെ, നാട്ടിൽ പക്ഷേ വെറുപ്പായി തോന്നട്ടെ, നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറയട്ടെ, ഭാരപ്പെടുത്തുന്ന വാക്കുകൾ പറയട്ടെ, തളർത്തിക്കളയുന്ന അനുഭവങ്ങളെ, വാക്കുകളെ പറയട്ടെ, ഇതിന്റെ മധ്യത്തിലും എത്ര ദൈവമക്കൾക്ക് ഞാൻ ഓർപ്പിച്ച 3 വചനങ്ങളെ പോലെ പറയുവാനായിട്ട് കഴിയും. കർത്താവേ, ഇതിന്റെ മധ്യത്തിലും എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ ആഴമേറിയ പ്രതികൂലങ്ങളെ നോക്കി ദൈവജനം തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് പറയുവാനായിട്ട് കഴിയണം, ഇതിന്റെ മധ്യത്തിൽ അവന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരും. അങ്ങനെയൊന്ന് പറയാൻ കഴിയുമെങ്കിൽ ആ കരമുയർത്തി പിടിച്ച് ദൈവജനം പറയാമോ? എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിനെ കൈവിടുന്നില്ല. കർത്താവിന്റെ സന്നിധിയിൽ എന്റെ പ്രാർത്ഥനകൾ എത്തുന്നുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ചേർന്ന്, എല്ലാവരും ചേർന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഞാനും അത് വിശ്വസിക്കുന്നു. എത്ര വലിയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും, ലോകത്തെ വിഴുങ്ങുന്ന, ലോകം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന COVID-19 പ്രയാസങ്ങളും മുഖാന്തരമായിട്ട് കടന്നു പോകുമ്പോഴും, കഴിഞ്ഞ ആഴ്ചയൊക്കെ കേട്ട വാർത്തകൾ അത്ര രസകരമല്ല, അത്ര ഭീതിജനകമായ അനുഭവങ്ങളാണ്. അതായത് കോവിഡിന്റെ 2ാം വരവ് അതേ തണുപ്പ് കാലത്ത് സംഭവിക്കുമെന്നും അടുത്ത ജനുവരിയോടുകൂടി ഇത് വർദ്ധിക്കുമെന്നുമൊക്കെയും ലോകാരോഗ്യ സംഘടനയൊക്കെ മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മൾ ഭാരപ്പെട്ടു പോകുകയല്ല ചെയ്യേണ്ടത്. ഇനി നമുക്കറിയാം, കേരളത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വലിയ കാറ്റടിക്കുവാൻ, പഴയ പോലെ ഓഖിയേക്കാൾ ശക്തമായ പേമാരികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ കർത്താവിൽ പ്രിയരെ നാം കരമുയർത്തി പറയേണ്ടത്, ഇതിന്റെ എല്ലാ മധ്യത്തിലും എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുകയും എന്നെ സഹായിപ്പാൻ മതിയായവനായി സകല പരിചയക്കാരും അകന്നു പോകുമ്പോഴും കർത്താവ് എനിക്ക് മതിയായവനെന്ന് പറയുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് മകൻ എത്ര പേർക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയുന്നുണ്ട്? ഇങ്ങനെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ 13ാമത്തെ വാക്യമാണ് എന്നെ ഇന്ന് മകൾ ചിന്തിപ്പിച്ചതും. ദൈവജനത്തോട് ചില ചിന്തകളിൽ യേശുക്രിസ്തുവിന്റെ അനുഭവങ്ങളോട് കോർത്തിണക്കി ചില ആലോചനകൾ പങ്കുവെക്കുവാനായിട്ട് കർത്താവ് പ്രേരണ നൽകിയിട്ടുള്ളത്. 13ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നാൽ യഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. അതായത് ഞാൻ ഓർപ്പിച്ചു, വലിയ പ്രതികൂലമാണ് ഈ സങ്കീർത്തനത്തിൽ. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവമായിട്ട്
ഇതിന് ബന്ധമുണ്ട് എന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നു. ചിലർ പറയും ദൈവത്തിന്റെ കഷ്ടവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന്. എന്നാൽ കർത്താവ് കടന്നുപോയ വേദനയുടെ പാതകളെ പഠിക്കുകയാണെങ്കിൽ ഈ സങ്കീർത്തനത്തിലെ അതേ അനുഭവങ്ങളിലൂടെ യേശു കർത്താവ് കടന്നുപോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നുവെന്നും, അപ്പോൾ തന്നെ നീ എന്നെ ഏറ്റവും താഴെ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നുവെന്നൊക്കെ പറയുമ്പോൾ, ഞാന് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു ചരിത്രം ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിന്റെ വിസ്താരവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതായത് ഈ വാക്കുകൾക്ക് ബന്ധമുണ്ട്. കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിലും, അപ്പോൾ തന്നെ ഏറ്റവും താഴെ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു എന്നുള്ള വചനത്തിന് യേശുക്രിസ്തു കഷ്ടമനുഭവിച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വിസ്താര സമയത്ത് താൻ കടന്നുപോയതിലെ അനുഭവങ്ങളെ കൂടെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കർത്താവ് ഒരുപാട് പീഡകൾ അനുഭവിച്ചതായി നാം മനസ്സിലാക്കുന്നുണ്ട്, വേദനകൾ അനുഭവിച്ചതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അധികമാരും പരാമർശിക്കാത്തൊരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിന്റെ ആഴങ്ങളിൽ. ഒടുവിൽ സങ്കീർത്തനം അവസാനിപ്പിച്ചപ്പോഴും പറഞ്ഞു, എന്റെ പരിചയക്കാർ അന്ധകാരമത്രേ. 8-ാം വാക്യത്തിലും അത് പറയുന്നുണ്ട്, പരിചയക്കാരെല്ലാം മാറി നിൽക്കുകയാണ്. യേശുക്രിസ്തു ഇരുട്ടിന്റെ ഏകാന്തതയിൽ കുഴിയിലിറങ്ങുന്ന അനുഭവമായിട്ട് വേദനപ്പെട്ട ഒരു അനുഭവം തന്റെ വിസ്താര വേളയിൽ ഉണ്ടായതായി ചരിത്രം പഠിപ്പിക്കുന്നു. അത് ഇപ്രകാരമാണ്. കയ്യഫാവ്, ഹന്നാവ്, ഇവരൊക്കെ യേശു കർത്താവിനെ പ്രാരംഭ വിസ്താരങ്ങളിൽ നടത്തുവാൻ ഇടയായി തീർന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ വിസ്താരം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ വിസ്താരമായിരുന്നു. എടുത്തു പറഞ്ഞാൽ, ഒരു കോടതിയും ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശിക്ഷാവിധിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാകുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശ് മരണം വരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ഏതാണ്ട് 7 തവണയോളം വിസ്താരങ്ങൾ പൂർത്തീകരിച്ചിട്ടും, പീലാത്തോസ് മാത്രം 4 തവണ പൂർത്തീകരിച്ചിട്ടും ഇങ്ങനെ പറഞ്ഞ് ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയെങ്കിലും, ശ്രദ്ധിക്കുക, ക്രൂശിക്ക എന്നുള്ള ജനത്തിന്റെ വിളനിമിത്തം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, ഇവിടെ ഹന്നാവും കയ്യഭാവും ഒക്കെ വിസ്തരിച്ചപ്പോൾ അവിടെ കയ്യഭാവിന്റെ അരമനയുടെ താഴെ ഗുഹാസമാനമായ ഒരു ഇരുട്ടുമുറി ഉണ്ടെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിന് സങ്കീർത്തനമായിട്ട് ബന്ധമുണ്ട് എന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നാം ഇവിടെ സങ്കീർത്തനത്തിൽ കണ്ടു, ഏറ്റവും താഴെ കുഴിയിൽ ഞാൻ ആയിരിക്കുന്നു, ഇരുട്ടും അന്ധകാരവുമാണ് എൻ്റെ പരിചയക്കാരും സ്നേഹിതരും. കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ എണ്ണിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കയ്യഫാവിന്റെ അരമനയുടെ താഴെ ഒരു നിലവറ അല്ലെങ്കിൽ ഗുഹാസമാനമായ ഒരു ഇരുട്ടുമുറിയുണ്ട്. ആ ഇരുട്ടുമുറിയിൽ കുറ്റവാളികളെ റിമാൻഡിന് പാർപ്പിക്കും. റിമാൻഡ് തടവുകാരുണ്ട്, റിമാൻഡിൽ പാർപ്പിക്കുന്ന അനുഭവം. യേശുക്രിസ്തുവിനെ അങ്ങനെ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അസാധാരണ ഒരു കോടതി കൂട്ടമായിരുന്നു യേശുക്രിസ്തുവിനെ വിസ്തരിപ്പാൻ കൂടിയത്. കാരണം രാത്രി വൈകി കോടതികൾ കൂടാറില്ല, പക്ഷേ യേശുക്രിസ്തുവിന് വേണ്ടി അത് നടപ്പാക്കേണ്ടി വന്നു. ആ രാത്രിയിൽ
യേശുക്രിസ്തുവിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ്, ഈ ഇരുട്ടുമുറി കുറ്റവാളികളെ പാർപ്പിക്കുവാൻ, അടച്ചിടുവാനുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഇത് മുകളിലത്തെ നിലയിൽ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ വലിച്ചെറിയാണ് ഈ താഴത്തെ ഇരുട്ടുമുറിയിലേക്ക് ചെയ്യുന്നത്. വീതി കുറഞ്ഞ ഒരു കോവേടി പോലെയുള്ള ഒരു സ്ഥലം, അവിടെ നിന്നാണ് താഴേക്ക് ഇരുട്ടുമുറിയിലേക്ക് വലിച്ചെറിയുന്നത്. എന്റെ യേശു കർത്താവിനെ ഈ ഇരുട്ടുമുറിയിലേക്ക്, അല്ലെങ്കിൽ ഈ കയ്യഭാവിന്റെ അരമനയുടെ താഴെയുള്ള ഈ ഗുഹാ സമാനമായ ഈ സ്ഥലത്തേക്ക്, എന്റെ യേശു കർത്താവിനെ ഈ ഇരുട്ടുമുറിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അതിനെക്കുറിച്ച് പഠനം നടത്തിയ ഇരുട്ടുമുറികളൊക്കെ കണ്ടിട്ടുള്ളവർ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുമ്പോൾ ഭിത്തികളിലും അതിന്റെ ആ കോവേണികളിലുമെല്ലാം തലയടിച്ച് മുറിവുകൾ ഉണ്ടായേ, ശരീരം ഉലഞ്ഞ് ആ ഇരുട്ടുമുറിയിലേക്ക്, ആ ഗുഹാസമാനമായ ആ താണക്കുഴിയിലേക്ക് പോയി എന്റെ യേശു വീഴുവാനായിട്ട് ഇടയായി തീർന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആ ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ എന്റെ യേശു ക്രിസ്തു കടന്നുപോയ ഒരു അനുഭവമാണ് സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്നതെന്ന് വേദപണ്ഡിതാക്കൾ പറയുമ്പോൾ ഞാനും അങ്ങനെ ചിന്തിക്കുന്നു. എന്റെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഏറ്റവും താണക്കുടിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. പുറത്തു നോക്കിയാൽ ഒന്നും കാണാതെ വണ്ണം ഗുഹാസമാനമായ കുഴി, ഒരു പിറ്റിന്റെ അനുഭവം. ആ പിറ്റിലേക്ക് എന്റെ യേശുവിനെ വലിച്ചെറിയുവാനിടയായി തീർന്നെങ്കിൽ തലയടിച്ചും കാലുകൾ അടിച്ചും ശരീരം ഒഴിഞ്ഞും എന്റെ യേശു ആ കുഴിക്കകത്തേക്ക്, ആ കയ്യഭാവിന്റെ അരമനയുടെ മുകളിലത്തെ നിലയിൽ നിന്ന് എറിഞ്ഞപ്പോൾ ശരീരമുലഞ്ഞവനായി താഴെക്കുടിയിലേക്ക് എന്റെ യേശു പതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ എന്റെ യേശുവിനെ തള്ളിയിടുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആത്മാവിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പാടിയതെന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നു. താഴെക്കുടിയിലും ഇരുട്ടിലും ഞാൻ ആയിപ്പോയിരിക്കുന്നു, അല്ല എന്നെ ഇട്ടിരിക്കുന്നു. എന്റെ യേശു കടന്നുപോയ വഴികളെ കുറിച്ച് ചിന്തിച്ചാൽ ആ താഴെക്കുടിയിലും ഇരുട്ടിലും ഇട്ടത് എന്തിനാണെന്ന് അറിയാമോ? താഴെക്കുടിയിലായിരുന്ന, ചേച്ചിലായിരുന്ന എന്നെയും നിങ്ങളെയും ആ കുടിയിൽ നിന്ന് കയറ്റേണ്ടതിന് വേണ്ടി യേശുവിനെ താഴെക്കുടിയിലേക്കും ഇരുട്ടിലേക്കും വലിച്ചെറിയപ്പെട്ട് ശരീരം മുറിഞ്ഞ് തലകൾ അടിച്ച് മുഴകളായി അല്ലെങ്കിൽ മുറിവുകളായി ശരീരം മറങ്ങലിച്ച് കുടിയിൽ കിടക്കുന്ന അനുഭവത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ആ താഴെ അനുഭവങ്ങളിൽ കിടന്നുകൊണ്ട് എന്റെ യേശു കണ്ട ഉയരത്തിലേക്ക് നോക്കിക്കാണും, ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കാണും, എന്നാൽ യഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. എത്ര പേര് നമ്മൾ കരമുയർത്തി സ്തോത്രം ചെയ്യും? ജീവിതത്തിൽ കടന്നുപോയ ഇരുട്ടുമുറിയുടെ അനുഭവങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഇരുട്ടുമുറിയുടെ അനുഭവമുണ്ട്, ഒരു അന്ധകാരത്തിന്റെ അനുഭവമുണ്ട്, ഒരു കൂരിരുട്ടിന്റെ അനുഭവമുണ്ട്. നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചാലും പറയും, പക്ഷേ ഞാൻ ഒരിക്കൽ ഇതുപോലെ ഒരു കുടിയിൽ വീണതാണ്. അല്ല, ചിലരെന്നെ തള്ളിയിട്ടതാണ്, ചിലരെന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണ്, ചിലരെന്നെ ചതിച്ചതാണ്, ചിലരെന്നെ വഞ്ചിച്ചതാണ്. എന്നാൽ അവിടെ കിടന്നിക്കുമ്പോഴും ആ സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും എന്റെ ദൈവം എന്നെ വിടുവിച്ചു. എന്റെ പ്രാർത്ഥന രാവിലെ തിരുസന്നിധിയിൽ വരുവാനിടയായി തീർന്നു. വേദപണ്ഡിതാക്കൾ പറയുന്നത് പോലെ യേശു കർത്താവ് താഴെക്കുടിയിൽ ഇരുട്ട് നിറഞ്ഞ ഗുഹാസമാനമായ മുറിക്കകത്ത് കിടന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതാകാം, എങ്കിലും ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചു, എങ്കിലും എന്നല്ല, എന്നാൽ യഹോവേ മരണസമാനമായ അനുഭവങ്ങളെ മുൻപിൽ കാണുമ്പോഴും ദൈവമേ. ആ രണ്ട് പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ രക്ഷയുടെ
ദൈവമായ യഹോവേ. 13-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ യഹോവേ. ഇന്ന് മകന്റെ സങ്കീർത്തനത്തിലെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ദൈവജനം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുവാനായിട്ടിടയായി തീരണം. താണക്കുടിയിലും ഇരുട്ടിന്റെ അനുഭവങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോഴും എന്നാൽ യഹോവേ, എന്നാൽ യഹോവേ, എന്നാൽ യഹോവേ, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു, വരുന്നു. രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. ഒരു രാത്രി അന്ധകാരമാകുന്നുവെങ്കിൽ, ഒരു രാത്രി ഇരുട്ടിൻ്റെതാകുന്നുവെങ്കിൽ, ഒരു രാത്രി അത് കുഴിയുടേതാകുന്നുവെങ്കിൽ, അടുത്ത രാത്രി കുഴിയുടേതാകരുത്. പ്രാർത്ഥന തിരുസന്നിധിയിൽ വരികയും ദൈവത്തിന്റെ പ്രവൃത്തി എന്നോണം കുടിയിൽ നിന്ന് കയറി അവിടെ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി എന്നോണം വിടുതൽ പ്രാപിക്കുന്ന അനുഭവമായി തീരട്ടെ. ദൈവജനത്തിന്റെ അനുഭവം. അങ്ങനെയെങ്കിൽ ഇന്ന് മകളെ സങ്കീർത്തനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ കുഴിയുടെ അനുഭവങ്ങളിൽ, ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ ഇന്ന് മകൾ പറയുവാൻ കഴിയട്ടെ, ഞാൻ കുഴിയിൽ നിന്ന് കയറും. എന്റെ ക്രിസ്തുവിനെ, എന്റെ യേശുവിനെ കുഴഞ്ഞ കുഴിയിലേക്ക് അല്ല താഴ ഇരുട്ടിന്റെ അനുഭവങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിൽ, അവിടെ നിന്ന് കരയെത്തിയെങ്കിൽ എന്നെയും അവിടെ നിന്ന് കൈക്ക് പിടിച്ച് കരയറ്റുവാൻ മതിയായ ദൈവമാണ്. ജീവിതത്തിന്റെ ഇരുട്ടിന്റെ ചില അനുഭവങ്ങള്, ജീവിതത്തിന്റെ ഭാരമേറിയ അനുഭവങ്ങളെ ഇന്ന് മകൻ നോക്കിക്കൊണ്ട് ഭാരപ്പെടാതെ പറ, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിലെ പ്രധാന വിഷയം മുഴുവൻ കഷ്ടങ്ങളും ഭാരങ്ങളുമാകുന്നെങ്കിലും ദൈവമേ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ എന്നുള്ള ആ ശബ്ദമാണ് നമ്മെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്നത്. ഞാനൊരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരു ക്രിസ്ത്യൻ, പ്രശസ്ത ക്രിസ്തീയ ഗായകനാണ് ഹിൽഡിംഗ് ഹാൽവർസൺ എന്ന് പറയുന്നത്. ഈ ഹാൽവർസൺ തന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ 3 കുട്ടികൾ തന്റെ വീട്ടിന്റെ പുറകിൽ ഇങ്ങനെ കളിക്കുവാൻ ഇടയായിത്തീരുന്നത് കണ്ണിൽപ്പെട്ടു. 3 കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. തന്നൊരു ദൈവഭക്തനാണ്, പ്രശസ്ത ക്രിസ്തീയ ഗായകനാണ്. താനെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇവര് തങ്ങളിങ്ങനെ 3 പേരുടെ അപ്പന്മാരുടെ കാര്യം പറയുക, പിതാക്കന്മാരുടെ കാര്യം പറയുകയാണ്. അപ്പോൾ ഒന്നാമൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവ് അനേക ആളുകളാൽ അറിയപ്പെടുന്നയാളാ, വലിയ പ്രശസ്തനാണെന്ന് പറഞ്ഞു. എന്റെ പിതാവ് വലിയ പ്രശസ്തനായ ഒരാളാണെന്ന് പറഞ്ഞു. ഉടനെ രണ്ടാമൻ പറയുവാൻ ഇടയായി തീർന്നു, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിന്റെ പിതാവ് വലിയ പ്രശസ്തനാണെങ്കിലും എന്റെ പിതാവ് ഈ പട്ടണത്തിലെ മേയറുടെ സുഹൃത്താണ്, അവരൊരുമിച്ച് പഠിച്ചതാണ്, അവരെപ്പോഴും ഒന്നിച്ച് യാത്ര ചെയ്യുകയും അവര് വളരെ സ്നേഹിതരാണ്. എന്റെ പിതാവ് മേയറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞു. ഉടനെ ഈ ഹാൽവർസൺ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികളും പറഞ്ഞു, മൂന്നാമത് തന്റെ മകനാണ് പറയാനായിട്ട് പോകുന്നത്. ഹാൽവർസന്റെ മകൻ എന്തോ പറയാൻ പോകുന്നുവെന്ന് താൻ ഇങ്ങനെ ചെവി കോർത്തു നിൽക്കുകയാണ്. കാരണം 2 കുട്ടികളും പറഞ്ഞു അവരുടെ പിതാവ് പ്രശസ്തനാണെന്ന് പറഞ്ഞു. ഉടനെ ഈ 3ാമത്തെ കുട്ടിയാകുന്ന ഹാൽവർസന്റെ കുട്ടി ഇപ്രകാരമാ പറയാനിടയായി തീർന്നത്, ഇതിലൊന്നും വലിയ കാര്യമില്ല. എന്റെ ഡാഡി, എന്റെ പപ്പ അറിയാവുന്ന ഒരാളുണ്ട്. എന്റെ ഡാഡിക്ക് ദൈവത്തെ അറിയാം. മേയറെ ഒന്നും വലിയ പരിചയമില്ല, എന്നാൽ എന്റെ ഡാഡിക്ക് ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ ഹാൽവർസൺ പോയി ഓടിച്ചെന്ന് മുട്ടുമടക്കിയിട്ട് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്, കർത്താവേ, എന്റെ കുഞ്ഞ് പറഞ്ഞല്ലോ എന്റെ ഡാഡിക്ക് ആരെ അറിയാം, ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞെങ്കിൽ കർത്താവേ, ഞാൻ മുട്ടുമടക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം മുഴുവൻ എന്റെ ഡാഡിക്ക് ദൈവത്തെ അറിയാമെന്ന് പറയുവാൻ പ്രാപ്തി കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തോന്നുന്നു.
ഞാനിത് ഓർപ്പിച്ച് എന്തിനാണ് ചോദിച്ചാൽ, നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ തലമുറകളിൽ നമ്മെക്കുറിച്ച് പറയേണ്ടത്, എന്റെ ഡാഡിക്ക് സെലിബ്രിറ്റികളെ അറിയാമെന്നല്ല, എന്റെ ഡാഡിക്ക് പ്രധാനമന്ത്രി അറിയാമോന്നല്ല, എന്റെ ഡാഡിക്ക് ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയാമോന്നല്ല പറയേണ്ടത്. ഇതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ഡാഡിക്ക് ദൈവത്തെ അറിയാമെന്ന് പറയുന്ന തലമുറകൾ എഴുന്നേൽക്കുവാൻ ഇടയായി തീരണം. ഇത് കേൾക്കുന്ന എത്ര പേർ അങ്ങനെയെന്ന് പറയും? കർത്താവേ, എന്റെ ഡാഡിക്ക് ദൈവത്തെ അറിയാമെന്ന് പറയുന്ന തലമുറ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിക്കൊണ്ട് പറ, കർത്താവേ, ഈ ഭൂമിയിൽ ആരെയും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തെ അറിയുമെന്ന് പറയുന്ന തലമുറ എഴുന്നേൽക്കട്ടെ. എന്റെ ഡാഡിക്ക് ദൈവത്തെയാണ് പരിചയമുള്ളതെന്ന് പറയുവാനിടയായി തീരട്ടെ. എന്റെ പരിചയക്കാരെല്ലാം അന്ധകാരമാണെന്നും എന്റെ പരിചയക്കാരെല്ലാം അകന്നു പോയിരിക്കുവാണെന്ന് പറയുമ്പോൾ, സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, ഇന്ന് മുതൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനം പറയുവാനായി ഇടയായി തീരണം, ഞങ്ങൾക്കൊരു പരിചയക്കാരനുണ്ട്, ഞങ്ങൾക്കൊരു പരിചയക്കാരനുണ്ട്. ദൈവത്തെ ഞങ്ങൾക്ക് അറിയാം. അതാണ് ഈ സങ്കീർത്തനത്തിലെ പ്രധാന സാക്ഷ്യം. പ്രതികൂലങ്ങളുടെ നടുവിൽ പറയുകയാണ്, എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കാരണം എന്താണ്? ആ ദൈവത്തിലുള്ള ബന്ധമാണ്. കൂരിരുട്ട്, കുഴി, ആഴമേറിയ അനുഭവം, മരിച്ചതുപോലെയുള്ള അനുഭവം, കണ്ണ് കുഴിഞ്ഞിരിക്കുന്ന അനുഭവം, കഷ്ടത ഹേതുവായി കണ്ണ് ക്ഷയിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, എല്ലാ തിരകളും കൊണ്ട് വലഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ, പരിചയക്കാരെല്ലാം അകന്നുപോയിരിക്കുന്ന അനുഭവങ്ങൾ, ഇതിന്റെ മധ്യത്തിലും വിളിച്ചു പറയുന്നതാണ്, എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അതാണ് ആ ദൈവത്തിലുള്ള ഉറപ്പും ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത്, ദൈവവുമായിട്ടുള്ള വലിയ ബന്ധമെന്ന് പറയുന്നത്. എത്ര പേർക്ക് ആമേൻ പറയുവാനായിട്ട് കഴിയും? ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇതുപോലെ കടന്നു പോകുമ്പോൾ ദൈവജനം ദൈവത്തോട് പറയുന്നത്, എന്നാൽ യഹോവേ. പലവട്ടം ഈ സങ്കീർത്തനം നിങ്ങൾ വായിക്കണം, ധ്യാനിക്കണം. എന്നിട്ട് ഈ 13ാമത്തെ വാക്യത്തെ നോക്കിക്കൊണ്ട് പറയണം, കർത്താവേ, എന്റെ ജീവിത അനുഭവങ്ങളെ പലതിനകത്ത് വരച്ചു കാട്ടിയിട്ടുണ്ട്. താണ കുടിയും ഇരുട്ടും അന്ധകാരവും കണ്ണുകൊഴിഞ്ഞതും ക്ഷയിച്ച അനുഭവങ്ങളും പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും ഒക്കെ അനുഭവങ്ങൾ എന്റെ അനുഭവമാണ്. എന്നാൽ യഹോവേ, ഞാൻ തിരുസന്നിധിയിൽ അടുത്തു വരികയാണ്. അതാണ് ദൈവമായിട്ടുള്ള ബന്ധം. അങ്ങനെയെങ്കിൽ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ, ആൽവസന്റെ മകൻ പറഞ്ഞതുപോലെ നമ്മൾക്കും പറയുവാനായിട്ട് കഴിയണം, ദൈവത്തെ അറിയാം. പരിചയമുള്ള ഒരാളുണ്ട്. ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോബിന് പറയുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിലെ അനുഭവം പോലെ തന്നെ പരിചയക്കാരെല്ലാം വന്ന് നിന്ദിച്ചു, പരിചയക്കാരെല്ലാം വന്ന് അപമാനിച്ചു, പരിചയക്കാരെല്ലാം വന്ന് കുത്തുവാക്കുകളെ പറഞ്ഞു, കൂട്ടുകാരെല്ലാം നിന്ദിക്കുവാനായിട്ടിടയായിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ മാറിപ്പോകാനിടയായിട്ടുണ്ട്. എന്തിന്? ഉടപ്പിറന്നവര് പോലും തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഭാര്യ പോലും ഉപേക്ഷിച്ച് കളയുവാനിടയായിട്ടുണ്ട്. അപ്പോഴും താൻ പറയുന്നൊരു വാക്കുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം ഒന്നെടുക്കുമോ? ഇയ്യോബിന്റെ പുസ്തകത്തിലെ 19ാമത്തെ അധ്യായത്തിലെ അതിന്റെ 25, 26, 27 വാക്യങ്ങൾ ഈ ചിന്തയോട് ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 19ാം അധ്യായം 25, 26, 27 വചനങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുമല്ലോ. മതി, എന്റെ അന്തരങ്ങൾ എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ വിശദമാക്കേണ്ട കാര്യമില്ല. തൊക്ക പൊടിഞ്ഞു പോയിരിക്കുന്നു, അസ്ഥികളെല്ലാം എണ്ണാവുന്ന നിലയിൽ
രോഗബാധിതനായ വ്രണങ്ങൾ നിറഞ്ഞ് ചാരത്തിലിരുന്ന ഓട്ടുകഷണം എടുത്തുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ 100% അതുപോലെ തന്നെ കഷ്ടത കൊണ്ട് കണ്ണുകൾ കുടിഞ്ഞിരിക്കുന്ന, ശരീരം ക്ഷയിച്ചിരിക്കുന്ന, കുഴിയിലായിപ്പോയ, വേദനയിലായിപ്പോയ, പാതാളത്തിന്റെ അനുഭവങ്ങളിലായിപ്പോയ അനുഭവങ്ങൾ. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കാണ് ഇന്ന് മുതൽ ഈ സങ്കീർത്തനത്തിലെ ചിന്തയോട് ചേർത്ത് ദൈവജനത്തോട് ഓർപ്പിക്കുന്നത്. എന്താ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞത്? ഞാൻ ചിലത് അറിയുന്നു. അപ്പൊ അത് ഒരിക്കൽ കൂടെ വായിക്കാമോ? ഞാൻ അറിയുന്നു. 19-ാം വാക്യം, അത് 25. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടിമേൽ പൊടിമേൽ നിൽക്കുമെന്നും. അങ്ങനെയാണെങ്കിൽ കരമുയർത്തി ദൈവജനമെന്ന് പറയാമോ? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. അതാണ് ഈ സങ്കീർത്തനത്തിലെ പ്രമേയവും. കഷ്ടതയുടെ ആധിക്യത്തിൽ വിളിച്ചു പറയാനായിട്ടിടയായി തീർന്നതും അത് തന്നെയാണ്. എന്നാൽ യഹോവേ, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നുവെന്ന് ഇയ്യോബ് പറഞ്ഞെങ്കിൽ ഈ ആരാധനയിൽ പങ്കുചേരുകയും ശബ്ദം ശ്രവിക്കുകയും ചെയ്യുന്ന ദൈവജനം അക്കരമുയർത്തിയൊന്ന് പറയാമോ? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ശക്തിയോടൊന്ന് പറയാമോ? അത് പറയുമ്പോൾ ചില ഭാരങ്ങൾ വിട്ടുമാറുകയാണ്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഇത് പറയുന്ന വ്യക്തി വെറുതെ പറയുകയല്ല. കണ്ണുകൾ കാണുവാൻ കഴിയാത്തവണ്ണം അകത്തേക്ക് കുടുങ്ങിപ്പോയിരിക്കുന്നു. അസ്ഥികൾ എണ്ണുവാൻ കഴിയുന്നു. അതേ, ആ ശരീരം വ്രണങ്ങൾ ബാധിച്ച് ചാരത്തിലിരുന്നു കൊണ്ട് ഓട്ടുകഷണം വെച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാറ്റം വരുന്നു, അസഖ്യമായ നാറ്റം. കൂട്ടുകാർ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഉടപ്പിറന്നോർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, എനിക്കൊന്നറിയാം, ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെങ്കിലും ഒന്ന് ഞാൻ അറിയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്നെ ആര് സഹായിക്കുമെന്നല്ല, ഏതെങ്കിലും പരിചയക്കാരെന്നെ വന്ന് എടുത്തുകൊണ്ട് പോകുമെന്നല്ല, ആരെങ്കിലും എന്നെ ആശുപത്രിയിലാക്കുമെന്നല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് സഹായമായിട്ട് വരുമെന്നല്ല. ഒന്ന് ഞാൻ അറിയുന്നുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ. കരമുയർത്തിയൊന്ന് പറയാമോ? എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്ന പോലെ ശക്തമായി എല്ലാവരും ചേർന്നെന്ന് പറയാമോ? ഇത് പറയുമ്പോൾ തന്നെ ശരീരത്തിൽ വിടുതൽ വെളിപ്പെടണം. ഇത് പറയുമ്പോൾ തന്നെ മനസ്സിനകത്തെ ഭാരങ്ങൾ വിട്ടുപോകുവാൻ ഇടയായി തീരണം. കുഴിയിൽ കിടക്കുന്ന അനുഭവം പോലെ, ഭാരപ്പെട്ട അനുഭവം പോലെ, ശരീരം തളർന്ന അനുഭവം പോലെ, നിങ്ങളുടെ പരിഹാസങ്ങൾ ആഞ്ഞടിച്ചിട്ട് പരിഹരിക്കാൻ അകന്നുപോയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മകൾ ശക്തിയോടെ ദൈവജനം വിളിച്ചു പറയട്ടെ, എന്റെ വീണ്ടെടുപ്പുകാരെ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. വീണ്ടും പറയുകയാണ്, ഞാൻ അറിയുക മാത്രമല്ല, ഈ ദൈവത്തെ ഞാൻ കാണും. അതെങ്ങനെ കാണും? അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണുവാനായിട്ട് ഇടയായിത്തീരും. എത്ര പേരത് വിശ്വസിക്കുന്നത്? ഈ പ്രത്യാശ എത്ര ദൈവമക്കൾക്കുണ്ട്? കഷ്ടതയുടെ ആഴങ്ങളാണെങ്കിലും ഭാരങ്ങളിലൂടെ കടന്നുപോയാലും ഈ ഭൂമിയിലെ പരിചയക്കാർ മുഴുവൻ ഇരുട്ടിലും അന്ധകാരത്തിലുമാണെങ്കിലും ഒന്ന് ഞാൻ വിശ്വസിക്കുന്ന, കർത്താവേ, എന്റെ ദൈവത്തെ ഞാൻ കാണും. എന്റെ കഷ്ടങ്ങളിൽ ഞാൻ ദൈവത്തെ കാണും. എന്റെ പ്രശ്നങ്ങളിൽ ഞാൻ ദൈവത്തെ കാണും. തീർന്നില്ല. കർത്താവിന്റെ വരവെങ്കിൽ മുഖാമുഖമായി തന്നെ കർത്താവിനെ ഞാൻ കാണും. കർത്താവിൽ പ്രിയരി, സമയപരിമിതി ഈ ചിന്തകൾ അവസാനിപ്പിക്കുവാൻ എന്നെ ബന്ധപ്പെടുത്തുന്നു. 2 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പരിചയക്കാർ. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എന്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റിയിരിക്കുന്നു. അവസാന വാക്യത്തിലും പറഞ്ഞു നിർത്തുമ്പോൾ എന്റെ പരിചയക്കാർ അന്ധകാരമത്രേ എന്ന് പറഞ്ഞെങ്കിൽ, കാൽവറി ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. കാൽവറിയിൽ പരിചിതരാരുമില്ല. 69-ാം സങ്കീർത്തനം 20 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, വല്ലവരും സഹതാപം കാണിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താൻ. ആരെയും കണ്ടില്ല സഹതാപം കാണിക്കുവാൻ.
ഒരു പരിചയക്കാരെയും കണ്ടില്ല. ദാഹിച്ചപ്പോൾ അവർ ദാഹത്തിന് ചൊറുക്കയാണ് കുടിപ്പാൻ കൊടുത്തത്. ഇറ്റ് പച്ചവെള്ളം പോലും കൊടുത്തില്ല. അല്പവര ദാഹജലം പോലും യേശുവിന് കൊടുക്കുവാൻ ഇടയായി തന്നില്ല. പരിചയക്കാരെല്ലാം അന്ധകാരമായി പോയി. പരിചയക്കാരെല്ലാം അകന്നു പോകുവാൻ ഇടയായി തീർന്നു. ദാഹിച്ചപ്പോൾ കയ്പനീര് കുടിപ്പാൻ കൊടുത്തെങ്കിൽ, എല്ലാ പരിചയക്കാരും മാറിപ്പോയെങ്കിൽ, പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എല്ലാ പരിചയക്കാരെയും അകറ്റിയിരിക്കുകയാണ്. കൂടെ നിന്ന സകല പരിചയക്കാരും ശിഷ്യന്മാരുൾപ്പെടെ അകന്നുപോയി. നമുക്കറിയാം, പത്രോസും മറ്റും പിൻചെന്നതും അകലം വിട്ടാണ് പിൻചെന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായി. ലൂക്കോസ് 22:54 പ്രത്യേകിച്ച് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകലം വിട്ടാണ്. പരിചയക്കാരൊക്കെ എന്ത് പറ്റി? അവരൊക്കെ അകലം വിട്ടുപോയി, മാറിപ്പോയി. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ച്, ആരെയും കാണുന്നില്ല. ക്രൂശിന്റെ അരികൾ ചിലരൊക്കെ നിന്നതായിട്ട് കാണുന്നുവെങ്കിലും പ്രാണനെ വിടുമ്പോൾ, മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 14-ാമത്തെ അധ്യായം ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായം 61-ാമത്തെ വചനത്തിൽ, ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായം 61-ാമത്തെ വചനത്തിൽ പത്രോസിനെ ഒന്ന് നോക്കി. ശ്രദ്ധിച്ചേ, അവിടെ ഏറ്റവും പരിചിതനായിരുന്ന പത്രോസ് പോലും അകലം വിട്ടുപോയിരിക്കുകയാണ്. എല്ലാ പരിചയക്കാരും മാറിപ്പോയിരിക്കുകയാണ്. എല്ലാ പരിചയക്കാരും അകന്നു പോയിരിക്കുകയാണ്. ഇനി ക്രൂശിലേക്കൊന്ന് നോക്കി. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 49-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 49-ാമത്തെ വാക്യം. അവന്റെ പരിചയക്കാരെല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. യേശു പ്രാണനെ വിടുമ്പോൾ ശ്രദ്ധിച്ച്, പരിചയക്കാരെല്ലാം എവിടെ നിൽക്കുക? പരിചയക്കാരെല്ലാം അകന്നു നിൽക്കുകയാണ്. പരിചയക്കാരെല്ലാം ദൂരത്ത് നിൽക്കുകയാണ്. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനെ അനുഗമിച്ചവരും അവന്റെ പരിചയക്കാരുമെല്ലാം ദൂരത്ത് നോക്കിക്കൊണ്ടിരുന്നു. ഈ സങ്കീർത്തനത്തിലൂടെ ഞാൻ ദൈവമക്കളോട് അർപ്പിക്കട്ടെ, സകല പരിചയക്കാരും ദൂരത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ക്രിസ്തുവിനെ, ആ ക്രൂശിനെ കാഴ്ച കണ്ടുകൊണ്ട് സകല പരിചയക്കാരും ദൂരത്ത് നോക്കി നിൽക്കുകയാണ്. ആരും അടുത്തു ചെല്ലുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ആ കാൽവരിയിലേക്ക് ഇന്ന് പകൽ ദൈവജനത്തെ ഞാനൊന്ന് ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എല്ലാ പരിചയക്കാരും അകന്നുപോയി. എല്ലാവരും നിന്ദിച്ചു, എല്ലാവരും പരിഹസിച്ചു. ഇതിന്റെ മധ്യത്തിലും കർത്താവ് എന്താണ് പറഞ്ഞത്? പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. സങ്കീർത്തനത്തിലെ ചിന്ത, പ്രശ്നങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ, എന്നാൽ യഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. പരിചയക്കാരകന്ന് നിൽക്കുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുമ്പോൾ, ആരും സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ, ഇന്ന് പകൽ പറയുവാനായിട്ട് നമുക്ക് കഴിയട്ടെ, കർത്താവേ, എന്റെ പിതാവേ, എന്നാൽ യഹോവേ എന്ന് പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കർത്താവിന് പറയുവാനുള്ളതായിരുന്നു, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു. അന്ധകാരവും ഇരുട്ടിന്റെ അനുഭവങ്ങൾ പരിചയക്കാരും മാറിപ്പോയിരിക്കുമ്പോഴും ഇന്ന് പകൽ പിതാവേ എന്ന് വിളിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പരിചയക്കാരില്ല, അന്ധകാരത്തിന്റെ അനുഭവങ്ങളായിരിക്കാം, കുഴിയുടെ അനുഭവമായിരിക്കാം, അല്ല താണകുടിയുടെ അനുഭവമായിരിക്കാം. ഇതിന്റെ മധ്യത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാനായിട്ട് കഴിയട്ടെ, പിതാവേ എന്ന് പറയുവാൻ കഴിയട്ടെ. ആ അപ്പനുമായിട്ടുള്ള വലിയ ബന്ധത്തെ കുറിച്ച് പറയുവാനായിട്ട് കഴിയട്ടെ. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, ഹാർക്കിൻസന്റെ മകൻ പറഞ്ഞതുപോലെ, എന്റെ അപ്പൻ ആരെ അറിയാം?
എൻ്റെ അപ്പന് ദൈവത്തെ അറിയാം. ഇന്ന് പകൽ എത്ര പേര് അങ്ങനെ പറയുന്നുണ്ട്? കർത്താവ്, എനിക്ക് അങ്ങേ അറിയാം, എനിക്ക് അങ്ങേ അറിയാം. ഓടി വന്ന് പിതാവേ എന്ന് വിളിച്ച് മുട്ടുകുത്തുവാൻ, പിതാവേ എന്ന് വിളിച്ച് മുട്ടുകുത്തുവാൻ അങ്ങ് എനിക്ക് അനുവാദം തന്നിരിക്കുന്നല്ലോ. അങ്ങേ എനിക്കറിയാം. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, പിതാവേ, പിതാവേ, പ്രശ്നങ്ങളുടെ മധ്യേ മുട്ടുകുത്തുവാനായി, പ്രശ്നങ്ങളുടെ മധ്യേ ഓടി വരുവാനായിട്ട് അങ്ങനെ സഹായിച്ചിരിക്കുന്നല്ലോ. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തേക്ക് വരുവാൻ എന്നെ അനുവദിച്ചിരിക്കുന്നല്ലോ. ഇന്ന് പകലും കുഴിയുടെയും ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെയും മധ്യത്തിലും ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നുവെന്ന് ആ കരം ഉയർത്തിയെന്ന് പറയാൻ കഴിയട്ടെ. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ഈ വചനങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, ബലം പകരട്ടെ. ഉറക്കെ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുമോ? ദൈവമേ, ദൈവമേ എന്ന് ഉറക്കെ ഒന്ന് വിളിക്കുവാനായിട്ട് കഴിയുമോ? പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പറയുവാൻ കഴിയുമോ? രാവിലെ എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി, ഈ ആരാധന എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചന കേൾവി എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ സിയോനിൽ പ്രിയനോടെന്നും ഞാൻ വാണിടും നാളിനാൻ കാത്തിടും നീ പ്രിയ. ആമേൻ കർത്താവേ വരണേ, വേഗം ആമേൻ കർത്താവേ വരണേ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ.